ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്ന് പ്രണവ് മോഹൻലാലിൻ്റെ പടം കാണാൻ മൈ സിനിമാസ് അങ്കമാലിയാണ് വന്നേക്കണേ. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഇതാണ് 199 രൂപ, 169 രൂപ. കയറണ വഴി തന്നെ, അതായത് ലിഫ്റ്റ് ഇറങ്ങി കയറി മൈ സിനിമാസ് സ്ക്രീൻ 3. കിഡിലൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ കിഡിലൻ തിയേറ്റർ. പടത്തിൻ്റെ പേര് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, DS ഇറേ. എനിക്കിപ്പോഴാണ് പടത്തിൻ്റെ പേര് മനസ്സിലായത്. ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ ഇരുന്നത്. കണ്ട, ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ടും ബാക്ക് മൊത്തം കാണാം. ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ ഇരുന്നത്. തിയേറ്റർ ഫുള്ളായിരുന്നു. ഇതിപ്പോൾ ആൾക്കാർ വന്നുള്ളൂ. പക്ഷേ തിയേറ്ററിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നാലും ഒരുമാതിരി കാണാനുള്ള വ്യൂസ് ഉണ്ട്. ഇതണ്ട DS ഇറേ. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പടം കഴിഞ്ഞു വീട്ടിലെത്തി. അപ്പോൾ പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അതായത് രാഹുൽ സദാശിവൻ രചന സംവിധാനം നിർവഹിച്ച് പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഒരു മലയാള ചിത്രമാണ്. മലയാളം ഹൊറർ ത്രില്ലർ ചിത്രം, അങ്ങനെയാണ് പറയാം. പിന്നെ ഹൊറർ എന്ന് പറഞ്ഞിട്ട് അത്ര വലിയ പേടിപ്പിക്കുന്ന സംഭവം ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് തോന്നിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആയിട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ബോറടിച്ച പോലെ ഉണ്ട്. പക്ഷെ പടത്തിന്റെ മേക്കിങ്ങും അതേപോലെ തന്നെ ക്യാമറ ഒക്കെ കിടിലൻ സംഭവങ്ങളാണ് അതൊക്കെ. പിന്നെ സൗണ്ട് എഫക്ട്സ്, അതാണ് എടുത്തു പറയേണ്ട സംഭവം. സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ല, അത് നല്ലൊരു തിയേറ്ററില്. അതായത് ഞാനിന്ന് ഇരുന്ന് കണ്ടത് ഒരു കച്ചറകള് എന്ന് പറയാൻ പറ്റില്ല, അങ്കമാലി കാർണിവലിലായിരുന്നു കണ്ടേ. തിയേറ്ററിൽ കച്ചറകളായിരുന്നു. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ ഏറ്റവും ഫ്രണ്ടിലാത്ത റോയിൽ എനിക്ക് സീറ്റ് കിട്ടിയത്. അതിന്റെ പിറകിലിരിക്കണ കുറെ തെണ്ടികളും ഫ്രണ്ടിലിരിക്കണ കുറെ തെണ്ടികളും. ഈ പടം എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. അതായത് DS ഇറേ, അങ്ങനെയാണ് പടത്തിന്റെ പേര്. DS ഇറേ. അതെ, എനിക്ക് ആ പടത്തിന്റെ പേര് ഞാനിതുവരെ അങ്ങനെയല്ല ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഡൈസ് അങ്ങനെയാണ് ഞാൻ വായിച്ചത്. പിന്നെ അതെന്റെ മിസ്റ്റേക്കാണ്. എന്തായാലും DS ഇറ, അത് പടത്തിന്റെ ടൈറ്റിൽ തന്നെ കണ്ടിപ്പ് തന്നെ മനസ്സിലായതാ. പിന്നെ പ്രണവ് മോഹൻലാല്, പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ എങ്ങാണ്ടൊക്കെ മറ്റേ ശരിക്കും പറഞ്ഞ മോഹൻലാലിന്റെ ചെറിയൊരു പണ്ടത്തെ മോഹൻലാലിന്റെ ചെറിയൊരു കട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതില് കാര്യം പറഞ്ഞ ഇത് ഹൊറർ ചിത്രം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടിപ്പിക്കുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ പടത്തിന്റെ ഈ DS ഇറ എന്ന് പറഞ്ഞ പടത്തിന്റെ, അതാണ് പടത്തിന്റെ പേര്. അതൊരു ലാറ്റിൻ വേർഡാണ്. ആ പടത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞ ഇതിന്റെ കഥ വരെ മനസ്സിലാവുന്ന രീതിയിലാണ് അതിന്റെ അർത്ഥം വന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. അത് മാത്രമല്ല, ഈ പടത്തിന് എന്ത് പറഞ്ഞാലും അത് സ്പോയിലറാവും. കാരണം അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാവുന്ന ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ധൈര്യമായിട്ട് പോയി കാണാം. നല്ല 4K അറ്റ്മോസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കിഡിലാണ്. കിഡിലെ സംഭവം എന്ന് പറഞ്ഞാൽ കിഡില്. പിന്നെ ഇതില് മറ്റേ കോഞ്ചറിങ് ഇല്ലേ, അതിലത്തെ പോലെ തന്നെ കുറെ അനാവശ്യ സീനുകളിലൊക്കെ വരുമ്പോ പേടിപ്പിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് നിങ്ങൾ പടം കാണുമ്പോ തുടക്കം നിങ്ങൾ പ്രേതമാണെന്ന് വിചാരിക്കണം. ഒരു പ്രേതമല്ല, വേറൊരാളെ പ്രേതം. അതാണ് ഞാൻ പറഞ്ഞത്. പടത്തിന്റെ കഥ എവിടെ പറഞ്ഞാലും അത് സ്പോയിലറാവും. അപ്പൊ എന്റെ ചോദ്യം, നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന അതിനെന്തിനാണ് ഇങ്ങനെ ഈ ഹൊറർ വരുത്താൻ വേണ്ടി മാത്രമാണ്. ഇത് തന്നെ മറ്റേ ഈ പടത്തില് ഇപ്പൊ ഈ ഇന്നലിറങ്ങിയ നൈറ്റ് റൈഡേഴ്സില് അതില് ഇങ്ങനെ തന്നെ കുറെ പേടിപ്പിക്കുന്ന സീനുകള്. ഇതൊന്നും ഏക്കണമില്ല. എനിക്കൊരു പേടിയോ തോന്നിയില്ല. ഇപ്പൊ പണ്ട് കണ്ട ഒരു സിനിമയുണ്ട്, ഏതാ ഞാനിപ്പോ പറയും, ഗീതാഞ്ജലി. അത് കണ്ടപ്പോ പോലും ചെറിയൊരു പേടിയായിട്ട് കിട്ടി. പക്ഷെ ആ ഒരു എഫക്ട് എനിക്ക് ഈ പടത്തിൽ കിട്ടിയില്ല. കാര്യം പറഞ്ഞ സൗണ്ട് എഫക്ട് അതൊക്കെ കിട്ടില്ലോ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. സൗണ്ട് എഫക്ട് ഒക്കെ ഉണ്ടല്ല, ഒരു ഐര് കളി എന്ന് പറയുന്നത് ആ സംഭവമാണ്. അതായത് ചില സമയത്തൊക്കെ ഉള്ള ആ കഥകളിയും ആ സൗണ്ടും പൊട്ടിത്തെറിയും അതൊക്കെ കിടിലാണ്. കിടിലോ എന്ന് പറഞ്ഞാൽ കിടില. പിന്നെ പ്രണവ് മോഹൻലാല് നല്ല രീതിയിൽ ഇതിൽ ഫൈറ്റ് ആയിട്ട് അവസാനം ചെറിയൊരു രീതിയിലൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. പുള്ളിക്കാരൻ അതായത് എങ്ങനെ പറയുമ്പോ ദുൽഖറിനൊപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രണവ് എന്തായാലും ഇനിയും സിനിമകൾ ഇനി നല്ല രീതിയിൽ ചെയ്യും. എന്തായാലും ഞാൻ പറയാം, ഈ പുള്ളിയില്ലേ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ, അവനെക്കാളും എന്തായാലും ബെറ്ററാ. അല്ല, അവനെക്കാളും ബെറ്റർ അത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
എന്തായാലും അങ്ങനെ DS0 പടം കണ്ടു വന്നു. പടം നല്ലൊരു പടം അത്ര തന്നെ, വേറെ ഇതിൽ കൂടുതൽ പറയില്ല. പിന്നെ ഇതില് കനി എന്ന് പറഞ്ഞ ഒരു അതാ ഞാൻ ഒന്നും പറയല്ല, പറഞ്ഞു കഴിഞ്ഞാൽ അക്ക സ്പോയിലർ ആവും. നിങ്ങൾ എന്തായാലും ഇതിപ്പോ എങ്ങാണ്ട് പ്രിവ്യൂ ഷോ അങ്ങനെ എങ്ങാണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങള് നാളെ സിനിമ ധൈര്യമായിട്ട് പോയി കാണും, എന്തായാലും നിരാശപ്പെടുത്തൂല പടം. അത് അത് 100% ഗ്യാരണ്ടി ഞാൻ തരാം. അല്ലാണ്ട് എനിക്കിപ്പോ വേറെ ഒന്നും പറയില്ല. സൗണ്ട് എഫക്ട് അതാണ് കിട്ടിയത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമതില് ഇതില് അഭിനയിച്ച നടന്മാരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയേ പോലുമില്ല. ഇപ്പൊ ഇതില് പ്രണവ് മോഹൻലാലിന്റെ അമ്മയപ്പനൊക്കെ ഉണ്ട്, അവരൊന്നും കണ്ടിട്ട് പോലുമില്ല. ഇതിൽ ഈ പടത്തില് കാണിക്കണ പോലുമില്ല. വെറുതെ സൗണ്ടില് ഫോണിൽ മാത്രം അങ്ങനെ ഒരാളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് കാര്യം. പിന്നെ ഇതിലുള്ള ആളുടെ പേര് പറഞ്ഞാൽ, അറിയാവുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ അത് സ്പോയിലർ ആവും. അപ്പൊ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, എവിടെ തുടങ്ങിയാലും എവിടെ അവസാനിപ്പിച്ചാലും ഈ പടത്തിലെ സ്പോയിലർ. എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾ പോയി കാണുക, അത്ര ഇതിൽ പറയാനുള്ളൂ. എന്തായാലും നിരാശപ്പെടുത്തൂല. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ പടത്തിന് കയറിക്കോ, നിരാശപ്പെടുത്തൂല. ശരി.